SNDP ക്ഷണം സ്വീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി തനിക്ക് ഒരു വഴക്കുമില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. അടുത്ത മാസം 7-ന് എറണാകുളത്ത് നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടകനായാണ് വി ഡി സതീശനെ ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യം ഒരു പ്രതികരണത്തിൽ. എന്നെ എറണാകുളം ജില്ലയിലെ 2 താലൂക്ക് യൂണിയനുകൾ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. ഞാൻ SNDP യോഗമായിട്ടോ വെള്ളാപ്പള്ളി നടേശനായിട്ടോ ഞാനൊരു വഴക്കുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ അവരെന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം അതിന് ഇഷ്ടമില്ലെങ്കിൽ എന്നെ വിളിച്ചതിന് ശേഷം അദ്ദേഹം വിളിച്ച് അവരോട് പറഞ്ഞേനെ ആ ക്ഷണം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞേനെ. അദ്ദേഹം അങ്ങനെയൊന്നും പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോടുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. ഞാൻ വനവാസത്തിന് പോകണമെന്ന് അത് ഞാൻ സ്വീകരിച്ചു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വല്ല അതിർത്തി തർക്കമുണ്ടോ? ഞങ്ങൾ തമ്മിൽ വല്ല വഴക്കമുണ്ടോ? ഒരു വഴക്കുമില്ല. നിതിൻ അംബുജൻ കൊച്ചിയിൽ ചേർന്നു. നിതിൻ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ക്ഷണം കൂടിയാണിത്. വെള്ളാപ്പള്ളി നടേശനെ അറിഞ്ഞുകൊണ്ടുള്ള ക്ഷണമാണോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? നേരത്തെ വേദികളെല്ലാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ രൂക്ഷമായ വിമർശനങ്ങളും വെല്ലുവിളികളും നടത്തിയ ആളാണ് SNDP ജനറൽ സെക്രട്ടറി. എന്താണ് ഈ ഒരു ക്ഷണത്തിന്റെ രാഷ്ട്രീയത? വിവരങ്ങൾ. സുഹൈൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വേദികളിൽ മൊത്തം ചെന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനവും അതോടൊപ്പം തന്നെ അധിക്ഷേപവും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിലെത്തിക്കൊണ്ട് പരസ്യമായി തന്നെ വെല്ലുവിളി നടത്തിയിരുന്നു. UDF 100-ലധികം സീറ്റുകൾ നേടുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്, വി ഡി സതീശനുമായി നേടുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. മാത്രമല്ല വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് UDF-ന് 100 സീറ്റ് ലഭിച്ചില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ താൻ തയ്യാറാണെന്ന് ആ വെല്ലുവിളി വി ഡി സതീശൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അടുത്ത മാസം 7-ാം തീയതി തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന പരിപാടിയിലാണ്, ശ്രീ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടിയിലാണ് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടിയിലാണ് വി ഡി സതീശൻ പങ്കെടുക്കുന്നത്. ഉദ്ഘാടകനായി സ്വന്തം നിലയ്ക്ക് ക്ഷണിച്ചതാണോ ഈ പറയുന്ന താലൂക്ക് സംഘടന? മാത്രമല്ല സുഹൈൽ, SNDP യോഗം കണയന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ അറിവോടെ അല്ലാതെ ഇത്തരം പരിപാടികളിൽ ക്ഷണിക്കില്ലല്ലോ എന്നുള്ള ഒരു മറുചോദ്യമാണ് വി ഡി സതീശന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും SNDP നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള തന്നെയാകും പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ടാവുക. ആ നിലയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഈ ക്ഷണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ വി ഡി സതീശൻ ഈഴവ വിരോധിയാണെന്നുള്ള അടക്കമുള്ള പരസ്യ പ്രസ്താവനകളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ വിമർശനമൊക്കെ നേരിട്ട് പോലും സമന്വയത്തോടുകൂടിയാണ് അതിൽ വി ഡി സതീശൻ പ്രതികരിക്കുകയും ചില അതിർത്തികൾ താൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ എന്തായാലും ഈ പരിപാടിയിൽ താൻ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മാസം 7-ാം തീയതിയാണ് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിലാണ് ഉദ്ഘാടകനായി തൃപ്പൂണിത്തുറയിലെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. എന്തായാലും SNDP നേതൃത്വത്തിന്റെ അറിവോടെ അല്ലാതെ തനിക്ക് ഈ പരിപാടിയിൽ ക്ഷണം ഉണ്ടാകില്ലല്ലോ എന്ന ചോദ്യമാണ് എന്തായാലും വി ഡി സതീശന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അടുത്ത മാസത്തെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിച്ച അത്ര കടുത്ത ഭാഷ വിമർശനങ്ങൾക്ക് മറുപടിയായി വി ഡി സതീശൻ ഉപയോഗിച്ചിരുന്നില്ല. മഞ്ഞുരുകുന്നോ എന്ന ഒരു പ്രതീതി കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും SNDP യോഗത്തിന്റെ പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ദിനംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.